ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നു മുതൽ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ്. ഈ യോഹന്നാൻ ശ്ലീഹയാണ് കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യനെന്നറിയപ്പെട്ടത്. അദ്ദേഹമാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ടാണ് യോഹന്നാൻ ശ്ലീഹായെ വേദപുസ്തകം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം യേശുവിനോട് ചേർന്ന് നടന്നതുകൊണ്ട് കർത്താവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അത് വളരെ ദൈവശാസ്ത്രപരമായ ചിന്തകൾ കൂടിയാണ്. അദ്ദേഹം എഴുതിയ ലേഖനമാണ് ഇനി നമ്മൾ വായിക്കുന്നത്. 3 ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചെറിയ ലേഖനങ്ങളാണ്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ, അതായത് AD 80-നും 90-നും ഇടയ്ക്ക് സുവിശേഷം എഴുതപ്പെട്ടു എന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ഈ ലേഖനങ്ങൾ എഴുതപ്പെട്ടു. അപ്പോൾ ഈ എഴുതപ്പെട്ടു എന്ന് പറയാൻ കാരണം, ഇദ്ദേഹത്തിൻ്റെ ഈ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് ആദ്യകാലത്തുണ്ടായിരുന്ന സഭാപിതാക്കന്മാർ, അതായത് AD 116 ജീവിച്ചിരുന്ന വിശുദ്ധ പോളികാർപ്പസ്, 120 ജീവിച്ചിരുന്ന പാപ്പിയസ്, 182 ജീവിച്ചിരുന്ന ഐറേനസ് എന്ന പിതാവ്, 190 അലക്സാന്ദ്രിയയിലെ വിശുദ്ധ ക്ലീമീസ്, AD 140 തെർത്തുല്യൻ, AD 230 ഒറിഗൻ എന്നീ പിതാക്കന്മാർ ഈ ലേഖനങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ അവരുടെ എഴുത്തുകളിൽ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ AD 116 വിശുദ്ധ പോളികാർപ്പസ് യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം യോഹന്നാൻ ശ്ലീഹായിൽ നിന്ന് അത് എഴുതണമെങ്കിൽ അതിനു മുൻപ് യോഹന്നാൻ ശ്ലീഹായിൽ എഴുതിയിരുന്നുവെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പം അങ്ങനെയാണ് ഇത് ആദ്യകാലങ്ങളിൽ തന്നെ എഴുതപ്പെട്ടു എന്ന് മനസ്സിലാക്കാനുള്ള കാരണം. ഇതിൻ്റെ 1-ാം ലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, മനുഷ്യത്വം എന്നിവയ്ക്കെതിരായും അക്കാലങ്ങളിൽ ഉണ്ടായ ചില വേദവിപരീതകളുടെ ഉപദേശത്തെയാണ് ഈ ലേഖനം ഖണ്ഡിക്കുന്നത്. അക്കാലങ്ങളിൽ യേശുവിനെ മശീഹ എന്ന് വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. ആ പിതാവായ ദൈവത്തെയും പുത്രനെയും നിഷേധിക്കുന്നവരുണ്ടായിരുന്നു. യേശു മനുഷ്യത്വം സ്വീകരിച്ചില്ല, അതൊരു മായാക്കാഴ്ച മാത്രമായിരുന്നു എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അപ്രകാരമുള്ള വേദവിപരീതകളെ മൗനമാക്കത്തക്കവണ്ണം വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം. അതോടൊപ്പം ചില വിശ്വാസ സത്യങ്ങളും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ച വിവരണങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഉപയോഗിച്ചിരുന്ന യോഹന്നാൻ ശ്ലീഹ പ്രത്യേകമായി ഉപയോഗിച്ച ദൈവശാസ്ത്രപരമായ ചില ചിന്തകളുണ്ട്. ജീവൻ, പ്രകാശം, അന്ധകാരം, ലോകം, നിത്യജീവൻ, പുതിയ കൽപ്പന, ഏകജാതനായ പുത്രൻ, ഇങ്ങനെ കുറേ വാക്കുകൾ അത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് യോഹന്നാൻ ശ്ലീഹ തന്നെ എഴുതി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ജീവൻ്റെ വചനത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നു. ഇവിടെ ജീവൻ്റെ വചനമെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ വാക്യങ്ങളല്ല, യേശുക്രിസ്തു എന്ന ആ വ്യക്തിയെക്കുറിച്ചാണ്, ആ വചനത്തെക്കുറിച്ചാണ് ഈ 1-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ യേശുവിനെക്കുറിച്ച്, അവൻ്റെ നിത്യതയെക്കുറിച്ചും അവൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുമുള്ള സൂചന ഇതിലുണ്ട്. അവൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ആ പദമാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നവൻ എന്നുള്ളത്. അവൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഞങ്ങൾ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്ത സത്യം എന്ന് പറയുന്നത്. അപ്പം യേശുവിനെ ആ സത്യം എന്ന ഒരു പദം കൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഇവിടെ ഇത് പരാമർശിച്ചത്. ഞങ്ങൾ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്തു. അപ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ ആ മനുഷ്യാവതാരത്തെ വളരെ വ്യക്തമായി ഇവിടെ
കാണിക്കുന്നുണ്ട്. അതിന് 2-ാം വാക്യത്തിൽ ഈ സത്യത്തെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ജീവൻ എല്ലാവർക്കും വെളിപ്പെട്ടു എന്നുള്ളത്. അപ്പം വചനമായി അവതരിപ്പിച്ച ഇത് മനുഷ്യനായി അവതരിച്ച വചനമായ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ് സ്ലീഹന്മാർ. അപ്പം അവരോട് കൂട്ടായ്മ ബന്ധം വിശ്വാസികൾക്കുണ്ടാകുവാനുള്ള ഒരു ശ്രമമാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതായത് പിതാവായ ദൈവത്തോടും ദൈവപുത്രനായ യേശുമിശിഹായോടും സ്ലീഹന്മാർക്കുള്ള കൂട്ടായ്മയിലേക്കും എല്ലാ വിശ്വാസികളും സഹകരിക്കണം, അഥവാ സഹവസിക്കണം എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പ്രകാശമാണെന്നുള്ള ആ വലിയ സത്യമാണ് യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറയുന്നത്. പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് ദൈവം പ്രകാശമാകുന്നതാണല്ലോ, അന്ധകാരം അശേഷം പോലും ഇല്ലാത്തവൻ. അപ്പം ആ സത്യമാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം. അപ്പോൾ ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് അതേസമയം അന്ധകാരത്തിൻ്റെ അഥവാ തിന്മയുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് മഹാ അപരാധമാണത്രേ. ദൈവസന്നിധിയിൽ വ്യാജവും മനുഷ്യ മുൻപാകെ അത് വഞ്ചനയുമാണ്. വിശുദ്ധ പൗലോസും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വിട്ടുമാറി പ്രകാശത്തിൽ നമ്മൾ നടക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുന്നത് റോമാലേഖനം 13:11 മുതൽ 14 വരെ വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അന്ധകാര പ്രവൃത്തികളെ വിട്ടൊഴിയാതെ പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കാതിരിക്കുന്നവന് ദൈവവുമായി ഒരു കൂട്ടായ്മയും ഒരു ബന്ധവുമില്ല. അപ്പം ദൈവത്തോട് പ്രകാശമായ ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രം നമുക്ക് ലഭിക്കുന്ന മഹാവലിയ പദവിയാണ് ആ വലിയ ബന്ധം എന്ന് പറയുന്നത്. 7-ാം വാക്യത്തിൽ മറ്റൊരു പ്രധാന സത്യം, മനുഷ്യന് ഏറെ പ്രത്യാശ നൽകുന്ന ഒരു വാഗ്ദാനം യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ പുത്രനായ യേശുമിശിഹായുടെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ രക്തം മൂലമുള്ള ശുദ്ധീകരണം നമുക്ക് ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമുക്കുണ്ടാകണം. 1, ആ രക്തം എനിക്കായി ചീന്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കണം. 2, കർത്താവിൻ്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ആ അന്ധകാര സ്വഭാവത്തിൽ നിന്ന് കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് അവന് വിധേയപ്പെട്ട് ഞാൻ ജീവിക്കുമെന്നുള്ള തീരുമാനം. 3, ആ ക്രിസ്തുവിനോടുള്ള ബന്ധം എനിക്ക് പ്രായോഗികമാകുന്നത് അവനോട് അഥവാ അവൻ്റെ ശരീരമാകുന്ന സഭയോട് ഞാൻ ഒട്ടിച്ച് ചേർക്കപ്പെടുമ്പോൾ മാത്രമാണെന്നും ഞാൻ മനസ്സിലാക്കണം. 1, എനിക്കായി ആ രക്തം ദൈവം ആ യേശുക്രിസ്തു ചീന്തിയെന്നും, 2, രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെന്നും, 3, ആ ബന്ധം എനിക്ക് പ്രായോഗികമാകുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോഴാണെന്നും ഞാൻ മനസ്സിലാക്കണം. അല്ലാതെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അതോടെ ഞാൻ രക്ഷ പ്രാപിച്ചു, ഞാൻ സ്വതന്ത്രനാണെന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞ് നമ്മൾ നടന്നാൽ മാത്രം പോരാ. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത ഇതെല്ലാമാണ് നമുക്കറിയാം. ഇതിനു മുമ്പുള്ള വേദഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, 1, അത് വിലയേറിയ രക്തമാണ്. 2, വീണ്ടെടുപ്പിൻ്റെ രക്തമാണ്. പാപമോചനത്തിനുള്ള രക്തമാണ്. സഭയെ സമ്പാദിച്ച രക്തമാണ്. അത് നമുക്ക് പാനം ചെയ്യാനുള്ളതാണ്. ആ രക്തമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകപ്പെടുന്നതെന്ന കാര്യം നാം ഓർക്കണം. അപ്പം അതുകൊണ്ട് ഇത് മുമ്പ് പൗലോസ്ലീഹ പറഞ്ഞല്ലോ, ആ രക്തം അയോഗ്യമായി ആരും പാനം ചെയ്യരുത്. ആ രക്തം പാനം ചെയ്യാത്തവന് ഉള്ളിൽ ജീവനില്ല. ആ രക്തം നമ്മുടെ പുനരുദ്ധാനത്തിൻ്റെയും നിത്യജീവൻ്റെയും അച്ചാരമാണ്. ആ രക്തം പാനം ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും. ഇങ്ങനെ അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് ലേഖനങ്ങളിലുമൊക്കെയായി സുവിശേഷങ്ങളിലുമായി
കർത്താവും സ്ത്രീഹന്മാരും പറഞ്ഞൊക്കെ നമ്മൾ ഓർക്കണം. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 9-ാം വാക്യത്തിൽ നമ്മുടെ ശുദ്ധീകരണത്തിലുള്ള മാർഗം യോഹന്നാൻ ശ്ലീഹ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോഴാണ് അത് സാധിക്കുക. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതികളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും ദൈവം നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് തന്നിൽ പാപമില്ല എന്ന് ആരും അഹങ്കരിച്ച് പറയരുത്. അത് സ്വയം വഞ്ചനയാണെന്ന് യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറയുന്നു. അവൻ കള്ളനാണ്. ഒരുവൻ പാപമില്ല എന്ന് പറഞ്ഞാൽ അവൻ കള്ളനാണ്, വഞ്ചന പറയുന്നവനാണ്. അവൻ കർത്താവിനെ അസത്യവാദിയാക്കുകയാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരല്ല. നമ്മൾ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നുവെന്ന് എന്ന ഒറ്റ കാരണം കൊണ്ടോ അല്ലെങ്കിൽ നൂതന സഭകൾ പറയുന്നവരെന്ന പോലെ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ഇനി പാപമില്ല എന്ന് ആർക്കും ഒരിക്കലും പറയാൻ പാടില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ജഡം, ലോകം, പിശാചികവും എന്നുള്ള പോരാട്ട സഭയിലാണ്. പാപം ചെയ്യാൻ അവസരവും പൈശാചിക പ്രലോഭനങ്ങളുമുള്ള ഒരു ഭൂമിയിൽ ജീവിക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നന്മ ചെയ്യാൻ ഇച്ഛിച്ചാലും ഇച്ഛിക്കാത്തത് തിന്മ ചെയ്യേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് പാപം ഇല്ല, പിന്നീട് പാപമില്ല എന്നാർക്കും പറയാനാവില്ല. വീണ്ടും പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഏറ്റുപറയണം. അത് ഏറ്റുപറയുന്നവർക്ക് പാപക്ഷമ ലഭിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20:23 പുനരുദ്ധാന ശേഷം കർത്താവ് സ്ത്രീഹന്മാരെ അയക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും, ആരുടേത് മോചിക്കാതിരിക്കുന്നു അത് മോചിക്കപ്പെടാതിരിക്കും. പാപമോചന അധികാരം ദൈവത്തിൻ്റെ മാത്രമാണ്. ആ അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് അവിടെ കൈമാറുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ഭൂമിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാർ, ഇടയന്മാർ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകർ, അപ്പം അത് ദൈവത്തിൻ്റെ മർമ്മങ്ങളുടെ ഗ്രഹ വിചാരകർ, വിശ്വാസ സംരക്ഷകർ, പിതാക്കന്മാർ, അപ്പം ഉപദേഷ്ടാക്കൾ, ഇതങ്ങനെ ഒരുപാട് കർത്താവിൻ്റെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരെ കുറിച്ച് വേദപുസ്തകങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ പാപമോചന അധികാരത്തിനുള്ള അധികാരം നമ്മുടെ കർത്താവ് നൽകി. അതാണ് പുതിയ നിയമത്തിലെ പൗരോഹിത്യ നൽവലം എന്ന് പറയുന്നത്. ആ അധികാരത്തിൽ നമ്മൾ വിധേയപ്പെടുമ്പോഴാണ് നമുക്ക് പാപമോചനം നമുക്ക് ലഭിക്കുക. അവർക്കതിനുള്ള പാപം മോചിക്കാനുള്ള അധികാരം കർത്താവ് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാപമില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നോട്ടത്തിലും വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലൊക്കെ നമുക്ക് കുറവുകൾ ഉണ്ടാവാം. കാരണം നമ്മൾ ജീവിക്കുന്ന ഭൂമി അപ്രകാരമുള്ളതാണ്. അപ്പം അങ്ങനെ ആ യേശുക്രിസ്തുവിൻ്റെ നിത്യതയെക്കുറിച്ചും തൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും തൻ്റെ രക്തത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുമാണ് 1-ാം ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ രക്തത്തിന് വിധേയപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് അന്ന് ആ നിത്യജീവന അവകാശികളായി തീരുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്നൊക്കെ ആ പ്രാർത്ഥനയോടുകൂടി 1-ാം അധ്യായം ഇന്ന് നമുക്ക് വായിച്ച് ധ്യാനിക്കാം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ.